ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യം വെക്കേഷനൊക്കെ നേരത്തെ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. വെക്കേഷൻ ആണെങ്കിലും നമ്മളിപ്പോൾ പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വെക്കേഷന് നമ്മൾ കുറേ ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോയിൻ ബോക്സ് ആണ്. ഒരു കോയിൻ ബോക്സ് കിട്ടാൻ ഇപ്പോൾ എന്തത്ര പാടില്ലേ, ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. പക്ഷേ ഇത് അതേപോലെയല്ല കേട്ടോ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിക്കി മൗസിൻ്റെ തീമിലുള്ള ഒരു കോയിൻ ബോക്സ് ആണ്. ഇതുപോലെ തന്നെ പല തീമിലും പല കളറിലും നമുക്ക് ഈ ഒരു കോയിൻ ബോക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാനിവിടെ പഴയൊരു ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു പ്രോട്ടീൻ പൗഡറിൻ്റെ ടിന്നാണ് കേട്ടോ. ഇതുപോലെ നമ്മുടെ വീട്ടിൽ പഴയതൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് പാത്രങ്ങളായാലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മിക്കി മൗസ് തീമിലാണ് നമ്മൾ ഈ ഒരു കോയിൻ ബോക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെഡും ബ്ലാക്കും കളറിലുള്ള പേപ്പേഴ്സാണ് ആവശ്യം. അപ്പോൾ ഞാനൊരു റെഡ് കളറുള്ള ചാർട്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. സാധാരണ പേപ്പറായാലും കുഴപ്പമില്ല. ഇത് നമ്മൾ ഇതിൻ്റെ ചുറ്റും പാകമായ രീതിയിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, കവർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ നിൽക്കുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഭാഗം കട്ട് ചെയ്തിരിക്കുന്നത് ഈക്വൽ അല്ല, അത് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ മുകൾ ഭാഗത്ത് ബ്ലാക്ക് കളർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കും. അടുത്തതായിട്ട് സെയിം വലിപ്പത്തിലുള്ള ഒരു ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പറാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീതി 2 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ടുള്ള അളവിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. അല്ലാണ്ട് പ്രത്യേകിച്ച് അളവുകളൊന്നും നമ്മളിതിന് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് കളർ പേപ്പറാണ്. അതൊരു ഓവൽ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതും കുറച്ച് പീസസ് നമുക്ക് ഇതേപോലെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് പേപ്പേഴ്സൊക്കെ ഈ ടിന്നിൽ ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. ആദ്യം റെഡ് കളറിലുള്ള പേപ്പർ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ബ്ലാക്ക് കളർ പേപ്പർ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിലും എന്തെങ്കിലും മാത്രമേ ഗം അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഇടയിലും വേണമെങ്കിൽ ഇതേപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം, ഒന്നും കൂടിയും നല്ല ഉറപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ വൈറ്റ് കളർ പേപ്പറും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ഈ ഒരു രീതിയിൽ ഇടവിട്ട് അവിടെ എവിടെയായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. ഇനി അടുത്ത് എന്താ വേണ്ടേ, നമ്മുടെ കോയിൻ ഇടാനുള്ള ഒരു ഹോൾ ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടിന്നിൻ്റെ മൂടിയിൽ തന്നെ ഹോൾ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കത്തിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ചൂടാക്കി നമുക്ക് ഹോൾ ഉണ്ടാക്കാം. ഞാനിപ്പോൾ വേറൊരു കട്ടിയിലെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴായിരിക്കും ഒന്നും കൂടി ഭംഗിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് മൊത്തം ഇതേപോലെ കവർ ചെയ്തെടുത്തിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ടിന്നിൽ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് 2 ചെവിയും കൂടി ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം സർക്കിൾ ഷേപ്പിൽ 2 പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ അടിപൊളി കോയിൻ ബോക്സ് ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുട്ടികൾക്ക് ഒന്നും കൂടിയും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, ഒരു ഇഷ്ടം ഉണ്ടായിരിക്കും ഇങ്ങനത്തെയൊക്കെ കോയിൻ ബോക്സ് കാണുമ്പോൾ തന്നെ. ഇതുപോലുള്ള കോയിൻ ബോക്സൊന്നും നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നില്ല, വാങ്ങാനൊന്നും കിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ നമുക്ക് വാട്ടർമെലൺ തീമിലോ അല്ലെങ്കിൽ ഒരു പൈനാപ്പിൾ തീമിലോ അങ്ങനെ ഇഷ്ടം പോലെ രീതിയിൽ നമുക്ക് കോയിൻ ബോക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനിയും ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ് വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ വെക്കേഷൻ എന്തായാലും നമുക്ക് കുറേ ക്രാഫ്റ്റുകൾ ചെയ്യണം. ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റുകൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. കുറേ പേരൊന്നും കണ്ടിട്ടുണ്ടായിരിക്കില്ല. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.